ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് വീഡിയോസായിട്ട് ചെയ്യുന്നത്. ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റിന് 5-6 മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മോഡ്യൂളാണ് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷമുള്ള 5 മോഡ്യൂളുകളും കമ്മ്യൂണിക്കേഷനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസിനെ കുറിച്ചാണ് പറയുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഏറ്റവും ലാസ്റ്റിലെ മോഡ്യൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള സ്കിൽസുകളാണ്. ഓരോ സ്കില്ലും ഓരോ മോഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മോഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. മോഡ്യൂൾ 1 ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ വീഡിയോ ചെയ്യുന്നത് പ്യൂർലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾ ടെക്സ്റ്റ് കൂടെ കയ്യിൽ വച്ചേക്കുക ഇത് കേൾക്കുന്ന സമയത്ത്. സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 1 ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Communication is an integral component for social interactions and personal growth. It has helped man evolve since without interactions, it is not possible for growth and progress. കമ്മ്യൂണിക്കേഷൻ എന്നത് സോഷ്യൽ ഇൻറ്ററാക്ഷനും പേഴ്സണൽ ഗ്രോത്തിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പരസ്പരമുള്ള ഇൻറ്ററാക്ഷൻ ഇല്ലാതെ മനുഷ്യനൊരു ഗ്രോത്തോ പ്രോഗ്രസ്സോ ഉണ്ടാകുന്നുമില്ല. Communication happens even without language in the form of graffiti, paintings, distinctive sounds, gestures and of course body language. ലാംഗ്വേജ് ഉപയോഗിക്കാതെ തന്നെ പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾസാണ് ഗ്രാഫിറ്റി, പെയിൻറ്റിങ്സ്, അതുപോലെ ചില സൗണ്ടുകൾ, ജസ്റ്റേഴ്സ്, പിന്നെ ബോഡി ലാംഗ്വേജ്. റിസർച്ച് ക്ലെയിംസ് ദാറ്റ് എ മേജർ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ത്രൂ ജസ്റ്റേഴ്സ്, ഐ മൂവ്മെൻറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ്. നമ്മുടെ ലാംഗ്വേജ് അല്ലാതെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലാതെ അത് സ്പോക്കൺ ആകാം, റിട്ടൺ ആകാം, അങ്ങനെയുള്ള ലാംഗ്വേജ് അല്ലാതെ മറ്റ് രീതികളിൽ, അതായത് ജസ്റ്റേഴ്സ്, ഐ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെൻറ്റ്സ്, ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ സാധാരണ ലാംഗ്വേജിനേക്കാളും ഉപരിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എറ്റിമോളജിക്കലി ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഒറിജിനലി മെന്റ് ടു ഷെയർ പബ്ലിക്കലി. ഒരു മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡിൻ്റെ meaning to share publicly. Today the word has a more precise meaning, sharing knowledge and information. Communication therefore enables people to share ideas, messages and thoughts through various mediums that range from verbal, visual, non-verbal or other channels perpetrated by the mass media or the internet. So communication എന്ന പ്രോസസ്സിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നത് ഐഡിയാസ് ആയിരിക്കാം, മെസ്സേജസ് ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം. അതിനുപയോഗിക്കാവുന്ന മീഡിയംസ് എന്ന് പറയുന്നത് വേർബലാകാം, വിഷ്വലാകാം, നോൺ വേർബലാകാം. അതിനുപയോഗിക്കുന്ന ചാനൽ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് മാസ് മീഡിയ ആയിരിക്കാം, ഇൻ്റർനെറ്റ് ആയിരിക്കാം, അങ്ങനെ പല വേറെ ഏതെങ്കിലും ചാനൽ വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ SF Scudder in 1980 and it states that all living beings communicate although the modes of communication are different. അതും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കമ്മ്യൂണിക്കേഷൻ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? സോ ദ ആൻസർ ഈസ് SF Scudder in 1980. അതിൽ പറയുന്നത് ഓൾ ലിവിങ് ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് ഓൾദോ ദ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ഡിഫറെൻറ്റ്. എല്ലാ ലിവിങ് ബീയിങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മോഡ്സ് ഡിഫറെൻ്റ് ആണ്. തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വർക്ക് അറൗണ്ട് ദ കൺസെപ്റ്റ് ദാറ്റ് it is the process of passing information from one person to another with the help of some medium. തിയറി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാസിങ് ഇൻഫർമേഷനാണ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അത് ഏതിൻ്റെ സഹായത്തോടെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദ പേഴ്സൺ ഹു ഇനിഷ്യേറ്റ്സ് എ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സെൻഡർ ആൻഡ് ദ പേഴ്സൺ ഹു റിസീവ്സ് ഇറ്റ് ഈസ് ദ റിസീവർ. ഏതൊരു വ്യക്തിയാണോ അല്ലെ എന്താണോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് എടുക്കുന്നത് ആരാണോ അതിനെ നമ്മൾ അല്ലെങ്കിൽ അയാളെ നമ്മൾ സെൻഡർ എന്ന് പറയുന്നു. ഏതൊരു വ്യക്തിയാണോ ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അതിന് റിസീവർ എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way പ്രോസസ് വെയർ എ മെസ്സേജ് ഈസ് സെൻഡ് ബൈ ദ സെൻഡർ, റിസീവ്ഡ് ബൈ ദ റിസീവർ, ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഡീകോഡഡ് ബൈ ദ റിസീവർ and a suitable response given back to the sender.
ഇതൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു 2-way പ്രോസസ്സാണ്. മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് സെൻഡറാണ്, റിസീവ് ചെയ്യപ്പെടുന്നത് ബൈ ദ റിസീവർ. പിന്നെ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നത് റിസീവറാണ്. പിന്നെ ഒരു സ്യൂട്ടബിൾ റെസ്പോൺസ് തിരിച്ച് സെൻഡറിലേക്ക് തന്നെ റിസീവർ കൊടുക്കുകയും ചെയ്യുന്നു. ദ ഫീഡ്ബാക്ക് ഗിവൺ ബൈ ദ റിസീവർ കംപ്ലീറ്റ്സ് ദ ലൂപ്പ് വിച്ച് കണ്ടിന്യൂസ് ആസ് എ പ്രോസസ് ഓഫ് കോഡിംഗ്, സെൻഡിങ്, റിസീവിങ്, ഡീകോഡിംഗ് ആൻഡ് സെൻഡിങ് എ ഫീഡ്ബാക്ക്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ഒരു ലൂപ്പിൻ്റെ ഫീച്ചർ കിട്ടുന്നത്, അതൊരു ലൂപ്പായിട്ട് മാറുന്നത് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ്. അതായത് റിസീവർ സെൻഡറിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനൊരു ലൂപ്പിൻ്റെ ഫീച്ചർ കിട്ടുന്നു. സോ ഇതിനകത്ത് വരുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്, ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കോഡിംഗ്, അത് സെൻഡറാണ് ചെയ്യുന്നത്. കോഡിംഗ്, ദെൻ സെൻഡിങ്, റിസീവിങ്, ആ മെസ്സേജിനെ ഡീകോഡ് ചെയ്യുന്നു ബൈ ദ റിസീവർ, ഡീകോഡിങ് ആൻഡ് സെൻഡിങ് എ ഫീഡ്ബാക്ക്. തിരിച്ച് റിസീവർ സെൻഡറിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. Communication comprises of 8 major components which are the objects of study of communication theory. These are interdependent and are considered as basic elements of any communication process. They include, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് 8 മേജർ കമ്പോണൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് സോഴ്സ്. സോഴ്സ് ഈസ് ദാറ്റ് വിച്ച് പ്രൊഡ്യൂസസ് എ മെസ്സേജ്. ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അതിന് നമുക്ക് സോഴ്സ് എന്ന് പറയാം. ചിലപ്പോൾ അത് സെൻഡർ ആകാം. അപ്പോൾ ഒരു മെസ്സേജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അതിന് സോഴ്സ് എന്ന് പറയും. നമ്പർ 2, സെൻഡർ റെഫേഴ്സ് ടു ട്രാൻസ്മിറ്റർ ദാറ്റ് കോഡ്സ് ദ മെസ്സേജ്. ആ മെസ്സേജിനെ കോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണോ അതിനെ നമുക്ക് സെൻഡർ എന്ന് പറയാം. നമ്പർ 3, ചാനൽ ഈസ് ദ മീഡിയം യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ. ആ കോഡ് ചെയ്യപ്പെട്ട മെസ്സേജ് ഏത് ചാനൽ വഴി, ഏത് മീഡിയം വഴിയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ മീഡിയം നമുക്കെന്ന് പറയാം, ചാനൽ എന്ന് പറയാം. നമ്പർ 4, റിസീവർ റീകൺസ്ട്രക്ട്സ് ദ മെസ്സേജ് ഫ്രം ദ സിഗ്നൽ. സെൻഡ് ചെയ്യപ്പെട്ട ചാനൽ വഴി സെൻഡ് ചെയ്യപ്പെട്ട മെസ്സേജ് റിസീവറാണ് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. റിസീവ് ചെയ്തതിന് ശേഷം റീകൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുന്നു. നമ്പർ 5, ഡെസ്റ്റിനേഷൻ ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ മെസ്സേജ് ഇസ് സെൻഡ്. ആരെ ഉദ്ദേശിച്ചാണോ ഈ മെസ്സേജ് സെൻഡ് ചെയ്യപ്പെട്ടത് അയാളെ നമുക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. നമ്പർ 6, മെസ്സേജ് refers to a concept, information, communication or statement that is sent in an oral, graphic, written, audio-visual form to the recipient. മെസ്സേജ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആകാം, ഒരു ഇൻഫർമേഷൻ ആകാം, ഒരു കമ്മ്യൂണിക്കേഷൻ ആകാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകാം. അത് സെൻഡ് ചെയ്യുന്നത് ഏത് ഫോമിലാകാം, അതായത് ഒന്നുകിൽ ഓറൽ ഫോമിലാകാം, അല്ലെങ്കിൽ അതൊരു ഗ്രാഫിക് ഫോമിലാകാം, റിട്ടൺ ആകാം, ഓഡിയോ ആകാം, വിഷ്വൽ ആകാം, ഓഡിയോ വിഷ്വൽ ആകാം. 7, feedback is the loop of making a two-way communication process related to the response to the message. റെസ്പോൺസ് കൊടുക്കുന്നത് റിസീവറാണ്. തിരിച്ചു കൊടുക്കുന്ന സെൻഡറിന് കൊടുക്കുന്ന റെസ്പോൺസിന് നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയാം. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒരു ലൂപ്പ് ആകുന്നത്. നമ്പർ 8, കോണ്ടെക്സ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ആസ് ഇറ്റ് ഗീവ്സ് മീനിങ് ടു ദ ഹോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സെയിം മെസ്സേജ് തന്നെ പല ആളുകൾക്ക് അല്ലെങ്കിൽ ഒരേ ആളിനെ തന്നെ പല സമയത്ത് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മീനിങ് കിട്ടുന്നത് പല രീതിയിലായിരിക്കും. അതുകൊണ്ട് കോണ്ടെക്സ്റ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനായിട്ട് ഈ 8 എലമെൻറ്റ്സിനെയും വരച്ച് കാണിച്ചിട്ടുണ്ട്. സോഴ്സ്, സെൻഡർ, റിസീവർ, മെസ്സേജ്, കോണ്ടെക്സ്റ്റ്, ഫീഡ്ബാക്ക്, ഡെസ്റ്റിനേഷൻ, ചാനൽ. നെക്സ്റ്റ്, സ്പേസ് ആൻഡ് ടൈം പ്ലേ എ ലാർജർ റോൾ. എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഡിഫറെൻറ്റ് തിങ്സ് ടു ഡിഫറെൻറ്റ് ഓർ ഈവൻ സെയിം പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. 3 other elements associated with the process of communication are entropy, redundancy and noise. കമ്മ്യൂണിക്കേഷന് നേരത്തെ പറഞ്ഞതുപോലെ സ്പേസും ടൈമും ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. ഇനി പറയുന്ന 3 എലമെൻറ്റ്സ് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് എൻട്രോപ്പി, റിഡൻഡൻസി ആൻഡ് നോയ്സ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഇൻ ദ മെസ്സേജ് ഓർ കണ്ടൻറ്റ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു മെസ്സേജിനകത്ത് വരുന്ന അൺസർട്ടനിറ്റി, അതായത് അൺപ്രെഡിക്റ്റബിൾ ഇൻഫർമേഷൻ ടു ദ റിസീവർ. റിസീവറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. മെസ്സേജിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും റിസീവറിന് അത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ അൺപ്രെഡിക്റ്റബിൾ ഇൻഫർമേഷനെയാണ്
എൻട്രോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റിഡൻഡൻസി. either knowingly or unknowingly enters the communication process. If deliberate, it serves the purpose of reiterating the message. Otherwise, repetitiveness is an undesired element. റിഡൻഡൻസി എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്തിൻ എ മെസ്സേജ്. അതായത് ഒരു മെസ്സേജിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിലാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അത് ഡെലിബറേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ മെസ്സേജിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീറ്ററേറ്റ് ചെയ്യാനായിട്ട് ഉള്ള പർപ്പസ് ആയിരിക്കും അത് എടുക്കുന്നത്. അല്ല എങ്കിൽ റെപ്പറ്റീറ്റീവ്നെസ് ഒരു അൺഡിസൈഡ് എലമെൻ്റാണ്, അതൊരു അനാവശ്യമായൊരു കാര്യമാണ്. നോയിസ് ഈസ് എ ഡിസ്റ്റർബൻസ് ഓർ ഇൻ്റർഫറൻസ് ടു എഫക്റ്റീവ് ട്രാൻസ്മിഷൻ. നോയിസ് ഈസ് എനിത്തിങ് ദാറ്റ് ഡിസ്റ്റർബ്സ് ഓർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. നോയിസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസിനെയോ ഇൻ്റർഫറൻസിനെയോ നോയിസ് എന്ന് പറയാം. Then, human communication may be broadly classified as intrapersonal, interpersonal, group dynamics, public or mass organization communication, and cross-cultural communication. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന് പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ സ്പീക്സ് ടു ഹിംസെൽഫ്, ഒരാൾ സ്വയം സംസാരിക്കുക അല്ലെങ്കിൽ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ മെമ്മറൈസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് വോക്കൽ ഒരു സ്പീച്ച് ആയിരിക്കും, സ്വന്തമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം, അത് റിട്ടൺ ഫോമിലാകാം. എന്താണെങ്കിലും സ്വയം ചെയ്യുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ത്രൂ വെർബലോ നോൺ വെർബൽ മീൻസ്. അത് ഇമെയിലാകാം, വീഡിയോ കോൺഫറൻസ് ആകാം, ഫോൺ കോൾ ആകാം. ഏതെങ്കിലും ഒരു മീഡിയ വഴി രണ്ടോ അതിൽ കൂടുതൽ പേര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ്റർപേഴ്സണലാണ്. ഇത് എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റം ഓഫ് ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ് വിത്തിൻ എ സോഷ്യൽ ഗ്രൂപ്പ് ഓർ ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു രണ്ട് സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഉള്ളൊരു സിസ്റ്റം ഓഫ് ബിഹേവിയറിനെയാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോസസ്സിനെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായത് ടീം വർക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. അതായത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഡീൽസ് വിത്ത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറൽ പാറ്റേണാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പബ്ലിക് ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ, അത് മൾട്ടിപ്പിൾ മീഡിയംസ് ഉപയോഗിക്കുക. അതായത് റേഡിയോ, TV, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ന്യൂസ് പേപ്പർ, ബുക്സ്, മാഗസിൻ, ഫിലിം, ഇൻ്റർനെറ്റ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെയുള്ള മീഡിയം വഴിയിട്ട് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പബ്ലിക് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് സ്പീക്കിംഗ് ഈവൻറ്റ് എക്സാമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ കോൺഫറൻസ് ആകാം, സെമിനാർസ് ആകാം, പ്രസ് കോൺഫറൻസസ് ആകാം, പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് ആകാം, അഡ്വർടൈസിങ് ആകാം. ഇതെല്ലാം തന്നെ പബ്ലിക് ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. പിന്നെ പറയുന്നത് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് വ്യത്യസ്തമായ കൾച്ചറിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കും, ചില സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. എങ്കിലും പരസ്പരം ആ കൾച്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കത് ആ ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് രണ്ട് ടൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയർ information is exchanged through verbal mediums like words, speeches, etc. The tone, pitch and quality of the words used by the speaker play a vital role, especially in interpersonal communication. Verbal communication type of communication ആണ്. ഇതിനകത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വെർബൽ മീഡിയം ഉപയോഗിച്ചാണ്. വെർബൽ മീഡിയം എന്ന് പറയുന്നത് വേർഡ്സ്, സ്പീച്ചസ്, എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംസാരത്തിൻ്റെ ആ ഒരു മീഡിയം ഉപയോഗിക്കുന്ന സമയത്ത് ടോൺ, പിച്ച്, ഉപയോഗിക്കുന്ന വേർഡ്സിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം വളരെ നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് when people exchange urgent information without using words. It can be through facial expression, gestures, body postures that are often voluntarily done.
This is crucial in interpersonal relationships and plays a significant role in formal situations as well. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനകത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. അത് ഒന്നുകിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കാം. നമുക്ക് ഫേസ് കൊണ്ട് നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. സന്തോഷവും അതുപോലെ സാഡ്നെസ്സും ഒക്കെ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കതൊക്കെ മറ്റുള്ളവരുടെ എത്തിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആകാം, അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ്, നമ്മുടെ ഹെഡ്, തല നോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡിന് വരുന്ന മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ ജെസ്റ്റേഴ്സാണ്. ദെൻ ബോഡി പോസ്റ്റേഴ്സ്, അതായത് ഹൗ ഇസ് സിറ്റ് ഓർ സ്റ്റാൻഡ്, എങ്ങനെ നമ്മൾ ഇരിക്കുന്നു, നമ്മളെങ്ങനെ നിൽക്കുന്നു, നമ്മുടെ പോസ്റ്റർ, ഇതൊക്കെ പല കാര്യങ്ങളും വോളണ്ടറിലി ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റോൾ വഹിക്കുന്ന കാര്യമാണ്. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ is the information that mass media channels impart to its viewers. The communication model is uniquely different in this context. മൂന്നാമത്തെ ടൈപ്പ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഏതെങ്കിലും ഒരു മാസ് മീഡിയ ചാനൽ ഉപയോഗിച്ചിട്ടായിരിക്കും വ്യൂവേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. The following can be considered as barriers to effective communication. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയറായിട്ട് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷന് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ വരുന്ന ഏതൊരു ഇൻ്റർഫറൻസും നോയ്സാണ്. നമ്പർ 2, അൺഓർഗനൈസ്ഡ് തോട്ട്സ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാതെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്പർ 3, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷൻ. എക്സ്പ്രസ് ചെയ്യുമ്പോഴേക്കും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്പർ 4, ഇഗ്നോറിങ് ദ റിസീവർ. റിസീവറിൻ്റെ ആറ്റിറ്റ്യൂഡും മെൻറ്റാലിറ്റി മനസ്സിലാക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്പർ 5, കൾച്ചറൽ ഡിഫറൻസസ്. പല കൾച്ചറുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും, അപ്പോൾ അതെല്ലാം കമ്മ്യൂണിക്കേഷന് ബാരിയറായിട്ട് വരാം. നമ്പർ 6, ലോ പിച്ച് ആൻഡ് ടോൺ. കൃത്യമായ പിച്ച് ടോണും മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറായിട്ട് വരാം. നമ്പർ 7, അവോയ്ഡിങ് ഫീഡ്ബാക്ക്. റിസീവറുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസീവർ എന്താണോ അയാൾക്ക് പറയാനുള്ളത് അത് കേൾക്കാതെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അയാളുടെ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഒരു ബാരിയറായിട്ട് വരാം. ദെൻ ഹൗ ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം? അതിന് 4 വേയ്സ് പറയുന്നുണ്ട്. നമ്പർ 1, എ ഗുഡ് ലിസണർ ഇസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എപ്പോഴും ഒരു നല്ല ലിസണർ ആയിരിക്കുക, എന്നാൽ അയാൾക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 2, ക്ലാരിറ്റി ഇൻ തോട്ട്, കണ്ടൻറ്റ് ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന മെസ്സേജ്, അതിൻ്റെ കണ്ടൻറ്റ്, അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്പർ 3, ടാർഗറ്റ് ഓഡിയൻസ് ഡിസൈഡ്സ് ദ കണ്ടൻറ്റ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ. റിസീവർ ആരാണോ അവരുടെ ആറ്റിറ്റ്യൂഡ്, മെൻറ്റാലിറ്റി, അവരുടെ സ്റ്റാറ്റസ് അത് നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്പർ 4, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്, പോസിങ് എഫക്റ്റീവ്ലി വൈൽ സ്പീക്കിംഗ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, വളരെ കൃത്യമായ ഇടവേളകളിൽ പോസ് ചെയ്യുക, ഒരു ബ്രേക്ക്, അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പ്. അതുപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ എത്രത്തോളം ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷിൻ്റെ ഒരു സ്വാധീനം എങ്ങനെയാണ്, ഇംഗ്ലീഷിൻ്റെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജസ് ആർ വിൻഡോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഹെൽപ്പ് കണക്ട് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് നോട്ട് ഓൺലി എ ചലഞ്ച് ബട്ട് ഓൾസോ എ വെരി റിവാർഡിംഗ് പ്രോസസ്. Acquaintance with different languages empowers us and instills confidence to face the world. It also enhances our employability to a great extent. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ലാംഗ്വേജ് ലേൺ ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഒരു റിവാർഡിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്കിലും ലാംഗ്വേജ് അക്വിസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എംപ്ലോയബിലിറ്റി ഒരു നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
ദെൻ അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ് അൺലൈക്ക് അതർ സബ്ജക്ട്സ് ഇൻ ദ കരിക്കുലം ഇസ് നോട്ട് ആൻ അപ്ഹിൽ ടാസ്ക് ഇഫ് ഇറ്റ് ഇസ് ഡൺ ഇൻ ദ റൈറ്റ് മാനർ. അത് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് വളരെ കൃത്യമായ രീതിയിലാണെങ്കിൽ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരില്ല. ഇംഗ്ലീഷ് ഹാസ് ഗോൺ ഓൺ ടു ബിക്കം ദ ലിംഗ്വ ഫ്രാങ്ക ഓഫ് മെനി കൺട്രീസ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ദിസ് ഹാസ് റിസീവ്ഡ് ദ അറ്റൻഷൻ ഓഫ് ELT experts who has been engaged in devising adequate methodologies to cater to current needs. മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ആണ്. പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് മാറിയിരിക്കുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ELT എക്സ്പേർട്സ് വളരെയധികം അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ടുള്ള അത്യാവശ്യമായ രീതിയിൽ നല്ല രീതിയിലുള്ള മെത്തഡോളജീസൊക്കെ അവർ ഉണ്ടാക്കുന്നതിൽ. Moreover, with advancements in technology and business interactions across the globe, English has emerged as an essential tool for interaction. Its widespread usage makes it inevitable for an educated person to acquire a minimal level of competence in the language. However, among most non-native speakers, proficiency in English has become a major obstacle, preventing them from getting ahead in life. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെയധികം ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു നോൺ നേറ്റീവ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ പ്രൊഫഷൻസി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വാട്ട് ക്രിയേറ്റ്സ് ദീസ് ഡിഫിക്കൽട്ടീസ് ഫോർ ദ സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സ്? വാട്ട് ആർ സം ഓഫ് ദ ഹഡിൽസ് ദാറ്റ് എ സെക്കൻഡ് ലാംഗ്വേജ് ലേണർ എൻകൗണ്ടേഴ്സ്? അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു സെക്കൻഡ് ലാംഗ്വേജ് ലേണർ, ഇംഗ്ലീഷിനെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന ആൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കാം? Learning the basics of any language is an exciting and fun-filled activity provided the learner is eager and passionate about it. Activity-based learning helps the learner in his process of acquiring the language. ലാംഗ്വേജ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അക്വിസിഷൻ നടക്കണമെങ്കിൽ ആ അക്വിസിഷൻ നടക്കുക എന്ന് പറയുന്നത് വളരെ ഫൺ-ഫിൽഡ് ആക്ടിവിറ്റിയാണ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. Learning a language involves acquiring competency in micro skills and macro skills. ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ആ ലാംഗ്വേജിനകത്ത് വരുന്ന മൈക്രോ സ്കിൽസും അതുപോലെ മാക്രോ സ്കിൽസും രണ്ട് കാറ്റഗറി സ്കിൽസിലും കോമ്പറ്റൻസി നേടിയെടുക്കുക എന്നുള്ളതാണ്. മാക്രോ സ്കിൽസ് ആർ ദ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. മൈക്രോ സ്കിൽസ് ഇൻക്ലൂഡ് പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. മാക്രോ സ്കിൽസ് എന്ന് പറയുന്നത് ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ആണ്. അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ഫസ്റ്റ് കംസ് ലിസണിങ്, ദെൻ സ്പീക്കിംഗ്, ദെൻ റീഡിങ് ആൻഡ് കംസ് റൈറ്റിംഗ്. മൈക്രോ സ്കിൽസ് എന്ന് പറയുന്നത് ആ സ്കില്ലിനെ ബേസ് ചെയ്ത് വരുന്ന പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ലേണിംഗ് ഇംഗ്ലീഷ് ബൈ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ലൈക്ക് ദ മദർ ടങ് റാദർ ദാൻ ലാംഗ്വേജ് ലേണിംഗ്. നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഇംഗ്ലീഷിന് സ്കില്ല് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടത് ആ ഒരു സ്കില്ലിനെ എങ്ങനെയാണോ അവരുടെ മദർ ടങ്ങിനെ അവർ അക്വയർ ചെയ്തെടുത്തത് അവരറിയാതെ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മദർ ടങ്, അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് അവർ അക്വയർ ചെയ്തെടുത്തു. ആ ഒരു രീതിയിൽ വേണം അക്വയർ ചെയ്യാനായിട്ട്. അതായത് ലാംഗ്വേജിനെ ഒരു ആക്റ്റീവ് പ്രോസസ്സായിട്ട് അവർ ലേൺ ചെയ്യുകയല്ല വേണ്ടത്, ലാംഗ്വേജിൻ്റെ അക്വിസിഷനാണ് അവിടെ നടക്കേണ്ടത്. ഹെൻസ് ദ മേജർ ഫോക്കസ് ഷാൾ ബി ഓൺ അക്വയറിംഗ് ദ പ്രൈമറി സ്കിൽ, ദാറ്റ് ഈസ് ലിസണിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ലിസണിങ് സ്കില്ലാണ്. നമ്മൾ മദർ ടങ് അക്വയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കേട്ടതിന് ശേഷം, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അതിന് ശേഷമാണ് റീഡിങ്, റൈറ്റിംഗ് വരുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ മദർ ടങ് അക്വിസിഷൻ നടന്നത്. ഈ ഒരു ഓർഡർ വേണം ഏതൊരു നോൺ നേറ്റീവ് സ്പീക്കർ ഇംഗ്ലീഷ് അക്വയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. എ നേറ്റീവ് സ്പീക്കർ ലേൺസ് ദ ലാംഗ്വേജ് ബൈ ലിസണിങ് ടു ഇറ്റ്സ് അട്ടറൻസസ്. ദ നാച്ചുറൽ റിതംസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻ്റർനേഷൻ ആർ ഇൻ്റർണലൈസ്ഡ് ത്രൂ ലിസണിങ്. ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായ റിതവും ഇൻ്റർനേഷൻ പാറ്റേൺസും ഉണ്ട്. അത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ലിസൺ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പാറ്റേൺസ് ഓഫ് ഇൻ്റർനേഷൻ ആണെങ്കിലും റിതമാണെങ്കിലും ഇൻ്റർലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലിസണിങ് ഈസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി ആൻഡ് റിക്വയർസ് ദ ലിസണർ ടു ആക്റ്റീവ്ലി ഗെറ്റ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ലിസണിങ് എന്ന് പറയുന്നത് വെറുതെ കേൾക്കുക എന്നുള്ളതല്ല, ഹിയറിംഗ് അല്ല,
അതൊരു ആക്റ്റീവായിട്ടുള്ളൊരു കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. ഇറ്റ് റിക്വയർസ് ഫോക്കസ്, അറ്റൻഷൻ ആൻഡ് വില്ലിങ്നെസ് ടു റിസീവ് ദ മെസ്സേജ്. വിത്തൗട്ട് ആക്റ്റീവ് ലിസണിങ് ഇറ്റ് വിൽ ബി നിയർലി ഇമ്പോസിബിൾ ടു ലേൺ ദ ലാംഗ്വേജ്. വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തില്ല എങ്കിൽ അവിടെ നമുക്ക് ലാംഗ്വേജ് ലേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലിസണിങ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹെൽപ്സ് എ ലേണർ understand not only the music of the language but also other subtleties like pronunciation which involve stress and intonation. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രൊണൗൺസിയേഷനും അതിനകത്ത് വരുന്ന സ്ട്രെസ്സ്, ഇൻറ്റൊനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലിസണിങ് എക്സ്റ്റെൻസീവ്ലി ടു ഇംഗ്ലീഷ് എനാബിൾ ദ ലേണർ ഇൻ ദ അക്വിസിഷൻ ഓഫ് ദ ലാംഗ്വേജ് ടു പെർഫോം അതർ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ലൈക്ക് സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ മാക്സിമം ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ, ലിസണിങ് സ്കിൽ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്തതിലോട്ടൊക്കെ പോകാൻ സാധിക്കും. അതായത് അത് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കിങ്ങിലോട്ട് കടക്കാൻ സാധിക്കും. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സ്പീക്കിംഗ് ഈസ് an active skill that requires a sincere involvement and commitment from the learner. സ്പീക്കിംഗ് വളരെ ആക്റ്റീവായൊരു സ്കില്ലാണ്. അതിനകത്ത് ലേണറുടെ ഇൻവോൾവ്മെൻറ്റ്, സിൻസിയറായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും അതിനകത്ത് അത്യാവശ്യമാണ്. ഇറ്റ് ഡിമാൻഡ്സ് ബേസിക് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി ആൻഡ് എ സ്ട്രോങ് ഡിസയർ ടു മാസ്റ്റർ ദ ലാംഗ്വേജ്. കൺസിസ്റ്റൻറ്റ് എഫർട്ട് വിൽ ഗീവ് ദ ഡിസൈഡ് റിസൾട്ട്. കൃത്യമായ രീതിയിൽ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് കിട്ടും. അതായത് ഇംഗ്ലീഷ് നമുക്ക് വളരെ ഈസിയായിട്ട് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. ലാംഗ്വേജ് ലേൺ ചെയ്യുകയല്ല, അക്വയർ ചെയ്യുകയാണ്. അതൊരു സ്കില്ലായിട്ട് നമ്മുടെ ഒരു പാർട്ടായിട്ട്, നമ്മുടെ ഒരു ഭാഗമായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സിൻസ് ഇംഗ്ലീഷ് ഈസ് എൻ അക്വയർഡ് ലാംഗ്വേജ് ഫോർ ദ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഹാവ് റിസീവ്ഡ് മോർ അറ്റൻഷൻ ഇൻ ക്ലാസ് റൂംസ്. നമ്മുടെ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് സാധാരണഗതിയിൽ അവർ ക്ലാസ് റൂംസിനകത്ത് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ്. അങ്ങനെയല്ല, ലിസണിങ് മുതൽ അതിൻ്റെ അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ അത് നമ്മുടെ മദർ ടങ് അക്വിസിഷൻ നടന്നതുപോലെ ഉള്ളൊരു പ്രോസസ്സിലോട്ട് അത് എത്തുകയുള്ളൂ. ഇൻ ദ ആൾട്ടർഡ് റിയാലിറ്റി ഓഫ് ദ ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ഇൻ്റർനെറ്റ്, ലാംഗ്വേജ് ലേണിംഗ് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ദ വെബ് പ്രൊവൈഡ്സ് ഇൻ ലേണിംഗ് ദ ലാംഗ്വേജ്. ഇപ്പോൾ പുതിയ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇൻ്റർനെറ്റിൻ്റെയും അതുപോലുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ഉപയോഗം നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത്, അതായത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതിനകത്ത് വരുന്ന 8 എലമെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് 3 എലമെൻസിനെ കുറിച്ച് എക്സ്ട്രാ പറയുന്നുണ്ട്. എൻട്രോപ്പി, റിഡൻഡൻസി, നോയ്സ്, അങ്ങനെ 3 എലമെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് വേർബൽ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷനകത്ത് വരാവുന്ന ബാരിയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനകത്ത് ഇംഗ്ലീഷിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എങ്ങനെ അക്വയർ ചെയ്തെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് ഓർഡറിലാണ് ആ സ്കിൽ അക്വിസിഷൻ നടക്കുന്നത്, ലാംഗ്വേജ് ലേണിങ്ങും ലാംഗ്വേജ് അക്വിസിഷൻ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് വരുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.